പ്രൈസ് ലോർഡ്. ഇന്നത്തെ നമ്മുടെ വിശിഷ്ട അതിഥികൾ നമ്മുടെ സൺഡേ സ്കൂൾ വിദ്യാർത്ഥികൾ, അവരെ വചനം പഠിപ്പിക്കുന്ന ആദരണീയരായിരിക്കുന്ന ബഹുമാന്യരായിരിക്കുന്ന സൺഡേ സ്കൂൾ അധ്യാപകർ, അവർക്ക് ആത്മീയ നിർദ്ദേശങ്ങളും ഈ സഭയുടെ ശുശ്രൂഷയും ചെയ്യുന്ന പ്രിയ പ്രൈസ് പാസ്റ്റർ കുടുംബം, സൺഡേ സ്കൂൾ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന അലക്സ് ബ്രദറെ, ഈ സഭയുടെ സെക്രട്ടറി ആയിരിക്കുന്ന സോജി ബ്രദറെ, എൻ്റെ സുഹൃത്ത് പ്രിയ ബിനു തട്ടയിലെ, മറ്റു ബഹുമാന്യരായിരിക്കുന്ന എല്ലാ ദൈവമക്കളെ, കടന്നു വന്നിരിക്കുന്ന ഏവരെയും കർത്താവിൻ്റെ നാമത്തിൽ വന്ദനം ചെയ്യുന്നു. ഈ നല്ല ദിവസത്തിൽ നിങ്ങളോട് ചേർന്നായിരിക്കാൻ എനിക്ക് ലഭിച്ചിരിക്കുന്ന നല്ല അവസരത്തെ ഓർത്ത് ദൈവത്തിന് ഞാൻ മഹത്വം അർപ്പിക്കുകയും ഈ അവസരം ക്രമീകരിച്ച സഭയ്ക്കും സൺഡേ സ്കൂൾ പ്രവർത്തകർക്കുമുള്ള എൻ്റെ ഹൃദയംഗമായ നന്ദിയെ പ്രകാശിപ്പിക്കുകയും ചെയ്യുന്നു. ഇന്ന് നമുക്ക് കൂടുതലായിട്ട് മറ്റ് പ്രോഗ്രാമുകളാണല്ലോ, അതുകൊണ്ട് ആ ഒരു മനസ്സിലായിരിക്കും കൂടുതൽ ആളുകളും ആയിരിക്കുന്നത്. അതുകൊണ്ടൊരു നീണ്ട പ്രഭാഷണത്തിന് ഞാൻ സമയമെടുക്കുന്നില്ല. ചുരുങ്ങിയ ചില ചിന്തകൾ നിങ്ങളുടെ മുമ്പിൽ ഞാൻ പറയുവാനും കർത്താവിനെ ആഗ്രഹിക്കുകയാണ്. കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടമുള്ള 3 കാര്യം ഏതാണെന്ന് ഒരിക്കലൊരു അധ്യാപകൻ ചോദിച്ചപ്പോൾ അവർ തന്നെ മറുപടി പറഞ്ഞു, കഥ ഞങ്ങൾക്ക് ഇഷ്ടമാണ്. വേറെ ചിലർ പറഞ്ഞു കളികൾ, ഗെയിംസാണ് ഇഷ്ടം. വേറെ ചിലർ പറഞ്ഞു അല്ല സ്നാക്സോ കാപ്പിയൊക്കെ ഇഷ്ടമാണ്. കഥ, കളി, കാപ്പി, ഇത് 3 ഇഷ്ടം എന്ന് പൊതുവേ പറയാറുണ്ട്. ഒരിക്കലും റോബർട്ട് എന്ന് പറയുന്ന ഒരു ബാലകൻ, അദ്ദേഹത്തിൻ്റെ പിതാവ് നല്ലൊരു കാർപ്പൻ്ററായിരുന്നു. അപ്പോൾ ഈ റോബർട്ട് വളർന്നു വന്നപ്പോൾ ആ ഒരു കഴിവ് റോബർട്ടിന് കിട്ടി. റോബർട്ട് വളർന്നു വരുന്ന ആ ഒരു സമയത്ത്, അന്നത്തെ കാലത്ത്, പഴയ കാലത്തൊക്കെ ആളുകൾ, ഞങ്ങളൊക്കെ പേപ്പർ കൊണ്ടാണ് വള്ളം ഉണ്ടാക്കി. അപ്പോൾ റോബർട്ട് തടി കൊണ്ടൊരു വള്ളം ഉണ്ടാക്കി, ഒരു ബോട്ടുണ്ടാക്കി. അപ്പോൾ വെള്ളം ഒഴുകുന്ന സമയത്ത്, മഴയൊക്കെ പെയ്യുന്ന സമയത്ത് നമ്മളൊക്കെ പേപ്പർ ബോട്ട് ഈ വെള്ളത്തിലേക്കിട്ട് അതിങ്ങനെ ഒഴുകുന്നത് കാണാൻ നമുക്കൊരു സന്തോഷമാണ്. റോബർട്ട് മറ്റ് തൻ്റെ കൂട്ടുകാരൊക്കെ പേപ്പർ കൊണ്ട് വെള്ളമുണ്ടാക്കി വെള്ളത്തിൽ ഒഴുക്കി കളിച്ചപ്പോൾ റോബർട്ട് തടി കൊണ്ടൊരു നല്ല പടകുണ്ടാക്കി അത് വെള്ളത്തിലിട്ടു. പിന്നെ അവനതിനെ മനോഹരമായിട്ട് നിറമൊക്കെ കൊടുത്തു, കളറൊക്കെ അടിച്ചു. പിന്നെ തൻ്റേതാണെന്ന് അറിയാൻ വേണ്ടി നമ്മളൊക്കെ ചെയ്യുന്ന പോലെ തൻ്റെ പേരും അതിൽ എഴുതി ചേർത്തു. ഇപ്പോൾ കൂട്ടുകാർക്കൊക്കെ ഇവനോട് അല്പം ഒരു അസൂയായി. തങ്ങളുടെ പേപ്പർ കൊണ്ടുള്ള വെള്ളം പെട്ടെന്നൊക്കെ നശിച്ചു പോകുന്നു, റോബർട്ടിൻ്റെ വെള്ളം നന്നായിട്ട് ഒഴുകുന്നു. അപ്പോൾ സ്കൂളൊക്കെ കഴിഞ്ഞിട്ട് റോബർട്ട് തിരിച്ചു വന്നിട്ട് തൻ്റെ വീടിനടുത്തുള്ള ആ ചെറിയ തോട്ടിലേക്ക് ഈ വെള്ളവുമായിട്ട് പോകും, ഇതിങ്ങനെ ഒഴുക്കി കളിക്കും. എന്നാൽ ഇവൻ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ഒരു കാര്യം ചെയ്തു, ഇതങ്ങ് ഒഴുകി പോകാതിരിക്കാൻ വേണ്ടി അതിൻ്റെ അറ്റത്തെ നല്ല ബലമുള്ളൊരു നൂല് കെട്ടി, അതിന് നല്ല നീളമുള്ള നൂല് കെട്ടി. അപ്പോൾ ഇത് വെള്ളത്തിലേക്ക് ഇട്ടിട്ട് ഇതിങ്ങനെ ഒഴുകുന്നത് കാണുമ്പോൾ ഇവന് ഭയങ്കര സന്തോഷമാണ്. കൂട്ടുകാരൊക്കെ വന്ന് നോക്കി നിൽക്കും. അപ്പോൾ റോബർട്ടിൻ്റെ ഉണ്ടാക്കിയ വെള്ളമാണ്, റോബർട്ടിൻ്റെ പേര് അതിലുണ്ട്. എന്നാൽ ഒരു ദിവസം അല്പം കാറ്റ് കൂടുതലായിരുന്നു. കാറ്റ് കൂടുതലുള്ള ദിവസം റോബർട്ട് തൻ്റെ വള്ളം വെള്ളത്തിലേക്ക് ഇറക്കി അതിങ്ങനെ നല്ല സ്പീഡിൽ ഒഴുകിക്കൊണ്ടിരുന്നു. അതേ നൂലിങ്ങനെ അയച്ചു വിട്ടുകൊണ്ടിരുന്നു. വള്ളം മുൻപോട്ട് പോയിക്കൊണ്ടിരുന്നു. നൂലിൻ്റെ എൻഡായി. പിന്നെ അത് തിരിച്ചു പിടിക്കുക എന്നുള്ളൊരു ദൗത്യമാണ്. പക്ഷെ അവിടെ ചെന്നപ്പോൾ ഒരു ആപത്ത് അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ട് സംഭവിച്ച് നൂലങ്ങ് അഴിഞ്ഞു പോയി. വെള്ളം അങ്ങ് എന്ത് ചെയ്തു, ഈ വെള്ളത്തിലേക്ക് അങ്ങ് ഒഴുകിപ്പോയി. അവൻ കുറച്ച് ദൂരം പുറകിന് ഓടി, എൻ്റെ വള്ളം, എൻ്റെ വള്ളം, എൻ്റെ ബോട്ട് എന്നൊക്കെ പറഞ്ഞ് ഓടി. പക്ഷേ നല്ല ഒഴുക്കുള്ളതാ, ഒരു കാറ്റൊക്കെ ഉള്ളതുകൊണ്ട് ഈ വള്ളം അങ്ങ് ഒഴുകി ദൂരേക്ക് പോയി. അവന് നീന്തോ മറ്റു കാര്യങ്ങളൊന്നും അറിയത്തില്ല. അവൻ വെള്ളത്തിലേക്ക് ഇറങ്ങിയില്ല. അവൻ കരയിൽ കൂടെ കുറേ ദൂരം ഓടി. കിട്ടാതെ വന്നപ്പോൾ വിഷമമായി. അവൻ നിരാശയോട് വീട്ടിലേക്ക് പോയി. കുറച്ച് മാസങ്ങൾ അങ്ങനെ കഴിഞ്ഞു. മറ്റൊരു ദിവസം, കുറച്ച് മാസങ്ങൾക്ക് ശേഷം, തൻ്റെ വീടൊക്കെ നിൽക്കുന്ന ആ ടൗണിലേക്ക് ഇവൻ തൻ്റെ മറ്റ് സാധനങ്ങളൊക്കെ വാങ്ങാൻ പോയൊരു ദിവസം ഇവൻ നോക്കിയപ്പോൾ ഗിഫ്റ്റ് ഐറ്റമൊക്കെ വിൽക്കുന്ന കടയിൽ ഒരു പഴയ വള്ളം ഇരിക്കുന്നു. നിറമൊക്കെ കുറച്ച് പോയിട്ടുണ്ട്. പക്ഷേ അവനെന്തോ ഒരു ആകർഷണീയത, അവൻ അതിലേക്ക് ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ റോബർട്ടിന് മനസ്സിലായി ഇത് തൻ്റെ വള്ളമാണ്. അവൻ കടയിലേക്ക് കയറി കടയിൽ വിൽക്കുന്ന അങ്കിളിനോട് പറഞ്ഞു, ആ വള്ളം ഒന്ന് കാണിക്കാമോ? അദ്ദേഹം എടുത്ത് കാണിച്ചു. വള്ളം എടുത്ത് കാണിച്ചപ്പോൾ റോബർട്ടിന് ഉറപ്പായി ഇതെൻ്റെ വള്ളമാണ്. കുറച്ച് അക്ഷരങ്ങളൊക്കെ മാറിയെങ്കിലും ഒരുവിധമൊക്കെ വായിക്കാം റോബർട്ടെന്ന്. പക്ഷേ ഇപ്പോൾ ഇതെൻ്റേതാണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോൾ ഇത് കടക്കാരൻ്റെ ഉടമസ്ഥയിലാണ്. അവൻ ചോദിച്ചു എന്തോ വിലയാകുമെന്ന് ചോദിച്ചു. അപ്പോൾ കടയിലെ അങ്കിൾ പറഞ്ഞു ഒരു 150 രൂപയാകുമെന്ന് പറഞ്ഞു. ഇവൻ ബാലകൻ, അവൻ്റെ കയ്യിൽ ധനമൊന്നുമില്ല. പക്ഷെ ഇവൻ്റെ ഉള്ളിൽ അന്നേരം ഒരു മോഹം, ഒരു ആഗ്രഹം അതിയായി ഉയർന്നു.
ഈ വള്ളം എനിക്ക് തിരികെ വാങ്ങണം. കാരണം ഞാൻ ഉണ്ടാക്കിയ വള്ളമാണ്, എൻ്റെ പേരുണ്ടായിരുന്ന വള്ളമാണ്, ഞാൻ ഇതുകൊണ്ട് ഒത്തിരി നാൾ കളിച്ചതാണ്. അതുകൊണ്ട് അവൻ തീരുമാനമെടുത്തു. തിരിച്ചവൻ വീട്ടിലേക്ക് പോയി. അവന് സ്കൂളൊക്കെ അടച്ചപ്പോൾ പഴയ ബുക്കും പേപ്പറും ഒക്കെ വിറ്റ് പൈസ സമ്പാദിക്കാൻ തുടങ്ങി. നാണയത്തുട്ടുകൾ ചേർത്ത് വെച്ച് അതൊരു എമൗണ്ടായി മാറിക്കൊണ്ടേയിരുന്നു. ചില ആഴ്ചകൾ പിന്നിട്ടപ്പോൾ ആ 150 എന്ന മാജിക സംഖ്യയിലേക്ക് ഇവൻ്റെ ധനശേഖരം വളർന്നു. ഇനിയും നിങ്ങൾക്കറിയാമല്ലോ അവൻ എന്തായിരിക്കും ചെയ്തത്? എന്തായിരിക്കും മക്കളെ ചെയ്തത്? അവൻ ആ കടയിലേക്ക് പോയി കടയിലെ അങ്കിളിനോട് പറഞ്ഞു, അങ്കിളെ, ആ വള്ളം എനിക്ക് വേണം, ഞാൻ 150 രൂപ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം അങ്കിളിൻ്റെ ഒരു ചിന്ത, ഇവനെന്താ ഇതിനോട് ഇത്ര ക്രേസ്? ആ 150 രൂപ കൊടുത്ത് റോബർട്ട് തൻ്റെ വള്ളം വിലയ്ക്ക് വാങ്ങി. അപ്പോൾ റോബർട്ട് ഉണ്ടാക്കിയ വള്ളമാണ്, റോബർട്ടിൻ്റെ പേരുള്ള വള്ളമാണ്. ഇപ്പോൾ റോബർട്ട് വില കൊടുത്ത് ആ വള്ളം എന്ത് ചെയ്തു? വാങ്ങി, ആ ബോട്ട് വാങ്ങി. എന്നിട്ട് അവനത് വീണ്ടും പെയിൻറ്റ് ചെയ്ത് പേരൊന്നുകൂടെ നന്നായിട്ട് എഴുതി വീണ്ടും അതിഭംഗിയായി സൂക്ഷിച്ച് അതിനെ ഉപയോഗിച്ചു. ദൈവം നമുക്ക് ചെയ്ത കാര്യത്തിൻ്റെ സാരാംശം ഈ കഥയിലുണ്ട്, ഈ സംഭവകഥയിലുണ്ട്. ദൈവം നമ്മളെ തൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു. തൻ്റെ പേര്, തൻ്റെ സ്വരൂപം നമ്മുടെ മേലുണ്ടായിരുന്നു. പക്ഷെ നിർഭാഗ്യവശാൽ ലോകത്തിൻ്റെ കാറ്റ്, പാപം നമ്മളെ ഒഴുക്കിക്കൊണ്ടുപോയി. അപ്പോൾ ദൈവം വില നൽകി, ദൈവം മനുഷ്യനായി വന്നു. ദൈവം മനുഷ്യനായി വന്നപ്പോൾ സ്വീകരിച്ച പേരെന്താണ്? പറഞ്ഞാട്ട് സൺഡേ സ്കൂൾ വിദ്യാർത്ഥികൾ, ദൈവം മനുഷ്യനായി വന്നപ്പോൾ, ഈ ഭൂമിയിൽ വന്നപ്പോൾ സ്വീകരിച്ച പേരെന്താണ്? യേശു. യേശു എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ജീസസ്? ഉറക്കെ പറ. നിങ്ങൾ പറയുന്നത് ശരിയാണ്, പക്ഷെ ഞാൻ കേൾക്കട്ടെ. ഉറക്കെ പറ. സേവിയർ, രക്ഷകൻ. മറന്നു പോകരുത്. ആർക്കെങ്കിലും അറിയത്തില്ലെങ്കിൽ പഠിച്ചു വേണം. യേശു എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? സേവിയർ, രക്ഷകൻ. അപ്പോൾ ദൈവം നമ്മളെ സൃഷ്ടിച്ചു. നാം നഷ്ടപ്പെട്ടപ്പോൾ ദൈവം വില നൽകി, ദൈവം മനുഷ്യനായി വന്നു. രക്ഷകൻ. യേശു എന്ന വാക്കിൻ്റെ അർത്ഥം രക്ഷകൻ. ജീസസ് മീൻസ് സേവിയർ. എന്തിൽ നിന്ന് രക്ഷിക്കാനാ? പാപത്തിൽ നിന്നും പാപത്തിൻ്റെ അനന്തരഫലമായിരിക്കുന്ന നരകത്തിൽ നിന്ന് രക്ഷിക്കുവാൻ. സോ ജീസസ് കെയിം ഇൻ ടു ദിസ് വേൾഡ് ടു സേവ് അസ് ഫ്രം സിൻ ആൻഡ് ഹെൽ. പാപത്തിൽ നിന്ന് രക്ഷിക്കണം. പാപത്തിൻ്റെ ഏറ്റവും വലിയ ദോഷഫലം ഏതാ? നരകമാണ്, നിത്യനരകം. കെടാത്ത തീ, ചാകാത്ത പുഴുക്കൾ, കരച്ചിൽ, പല്ലുകടിയൊക്കെ ഉള്ള ഇടം. അവിടുന്ന് നമ്മളെ രക്ഷിക്കാനാണ് ആര് വന്നത്? യേശു വന്നതും. യേശു എവിടാ മരിച്ചത്? ക്രൂശിൽ മരിച്ചതും. അപ്പോൾ യേശുവിൻ്റെ മരണത്തിന് ഉദ്ദേശം മറക്കരുത്. നഷ്ടപ്പെട്ട വള്ളത്തെ തിരികെ വാങ്ങുന്നതിന് വേണ്ടി റോബർട്ട് ധനം സമ്പാദിച്ചത് വാങ്ങിയതുപോലെ നമ്മൾ ദൈവത്തിൻ്റെ സ്വന്തമായിരുന്നെങ്കിലും നമ്മൾ നഷ്ടപ്പെട്ടപ്പോൾ നമ്മളെ തിരികെ വാങ്ങി വീണ്ടും സ്വന്തമാക്കുവാൻ യേശു തൻ്റെ ജീവൻ നൽകി, തൻ്റെ രക്തം നൽകി, തൻ്റെ ജീവൻ നൽകിയാണ് നമ്മളെ തിരികെ വാങ്ങിയത്. എന്നിട്ട് റോബർട്ട് ആ പടകിനെ നോക്കി പറഞ്ഞൊരു വാചകമുണ്ട്, പടകെ, നീ 2 പ്രാവശ്യം എൻ്റേതാകുന്നു. ഞാൻ നിന്നെ സൃഷ്ടിച്ചു, ഞാൻ നിന്നെ വില കൊടുത്ത് വാങ്ങി. നമ്മൾ 2 പ്രാവശ്യം യേശുവിൻ്റെ സ്വന്തമാണ്. നമ്മളെ സൃഷ്ടിച്ചതാരാണ്? കർത്താവാണ്, യേശുവാണ്. തൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു. നമ്മളെ വില കൊടുത്ത് വാങ്ങിയതാരാണ്? യേശുവാണ്. അപ്പോൾ നമ്മൾ 2 പ്രാവശ്യം ആർക്ക് കടപ്പെട്ടവരാണ്? യേശുവിനെ, കർത്താവിന് കടപ്പെട്ടവരാണ്. അവിടെ നമ്മളെ സൃഷ്ടിച്ചു, നമ്മളെ വില കൊടുത്ത് വാങ്ങി. അതുകൊണ്ട് നാം ഇനിയും ലോകത്തിനുള്ളവരല്ല, നാം ഇനിയും സാത്താനുള്ളവരല്ല, നാം ഇനിയും പാപത്തിനുള്ളവരല്ല. നാം ആർക്കുള്ളവരാണ്? യേശുവിനുള്ളവരാണ്. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതയാത്രയിൽ ഒരിക്കലും മറന്നു പോകരുത്, നാം 2 പ്രാവശ്യം കർത്താവിൻ്റേതാണ്. സൺഡേ സ്കൂൾ ആരാ സ്ഥാപിച്ചതെന്നറിയാവോ? 1780 ഇംഗ്ലണ്ടിലെ ഒരു ക്രിസ്തീയ പത്രപ്രവർത്തകനായിരിക്കുന്ന റോബർട്ട് റെയ്ക്സ് അവിടെ തൻ്റെ ഗ്രാമങ്ങളിലുള്ള, ചുറ്റുമുള്ള ഗ്രാമങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെ ഞായറാഴ്ച ദിവസം വെറുതെ നടക്കുന്ന കണ്ടിട്ട് അവരെ പഠിപ്പിക്കണം, അവർക്ക് ബൈബിളിലെ കഥകൾ പറഞ്ഞു കൊടുക്കണം എന്നുള്ള ആഗ്രഹത്തോടുകൂടെ സൺഡേ സ്കൂൾ ആരംഭിച്ചു. 1780 റോബർട്ട് റെയ്ക്സ്. അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് തന്നെ അത് വളരെ വ്യാപകമായി ഇംഗ്ലണ്ടിലുടനീളം, ബ്രിട്ടനിലുടനീളം വ്യാപിച്ചു. അദ്ദേഹത്തിൻ്റെ മരണ സമയമായപ്പോഴേക്കും ഏകദേശം 5 ലക്ഷം കുഞ്ഞുങ്ങൾ ബ്രിട്ടനിൽ സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങളായി. ലോകത്തിൽ അനേക വർഷങ്ങളായി, നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്ന സ്കൂളാണ് ഏത്? സൺഡേ സ്കൂൾ. ഒന്നിച്ച് പറഞ്ഞാട്ട് ഏത് സ്കൂളാണ്? സൺഡേ സ്കൂൾ. കോടാനുകോടി കുഞ്ഞുങ്ങൾ വചനം പഠിക്കുവാനും
വചനത്തിൻ്റെ സത്യങ്ങൾ അറിയുവാനും സൺഡേ സ്കൂൾ മുഖാന്തരമായി. എൻ്റെ ക്രിസ്തീയ ജീവിതത്തിലും എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചത് സഭയിലെ സൺഡേ സ്കൂളാണ്. എനിക്ക് വചനത്തിൻ്റെ ബാലപാഠങ്ങളൊക്കെ പകർന്നു തന്നത് IPCയിലെ സൺഡേ സ്കൂൾ പുസ്തകങ്ങളാണ്. അതാണ് ബൈബിൾ സ്കൂളിൽ ഒക്കെ അറിവുകൾ ലഭിക്കുന്നതിന് മുൻപ് എൻ്റെ ബാല്യപ്രായത്തിൽ എന്നിലേക്ക് വചനസത്യങ്ങളെ പങ്കിട്ട് തന്നത്. അതുകൊണ്ട് സൺഡേ സ്കൂൾ നിങ്ങൾ അവഗണിക്കരുത്. ഉത്സാഹത്തോട് സൺഡേ സ്കൂളിൽ കൂടെ ദൈവവചനം പഠിപ്പിക്കണം. സൺഡേ സ്കൂൾ അധ്യാപകരെ ഞാൻ കർത്താവിൽ അഭിനന്ദിക്കുകയാണ്. ഒരുപക്ഷെ സാലറി ഇല്ലാത്ത ഏറ്റവും നല്ല ജോലി ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാ? സൺഡേ സ്കൂളാണ്. പാസ്റ്റേഴ്സിന് ഞങ്ങൾക്ക് ആളുകൾ ടൈത്തൊക്കെ തരും, അല്ലെങ്കിൽ സാലറി തരും. സൺഡേ സ്കൂൾ അധ്യാപകർക്ക് നമ്മൾ സാലറി ഒന്നും കൊടുക്കുന്നില്ല, പക്ഷേ ഏറ്റവും കൂടുതൽ പ്രതിഫലം അവർക്ക് ലഭിക്കും. അതുകൊണ്ട് വചനം അറിയാവുന്ന, പഠിപ്പിക്കുവാൻ കഴിവുള്ളവരൊക്കെ അതിൽ ഉത്സാഹത്തോടെ പങ്കെടുത്ത് പഠിപ്പിക്കണം. അത് സഭയിലാകാം, ഇന്ത്യ പോലുള്ള ഗ്രാമങ്ങളിലെ, ഇന്ത്യ പോലുള്ള ആ രാജ്യത്ത് ഞങ്ങളൊക്കെ വടക്കേ ഇന്ത്യയിൽ മിഷൻ പ്രവർത്തനങ്ങൾക്ക് പോകുമ്പോൾ അവിടെ സൺഡേ സ്കൂൾ ഞങ്ങളെ മരച്ചുവട്ടിലും റോഡിൻ്റെ സൈഡിലുമൊക്കെയാണ് നടത്തുന്നത്. എല്ലായിടത്തും ഒന്നും കെട്ടിടങ്ങൾ കിട്ടത്തില്ല. അങ്ങനെ പലയിടത്തും കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുവാൻ ദൈവം അവസരം ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും നല്ല ഫെസിലിറ്റിയും ഹോളും ഒക്കെ തന്നിരിക്കുമ്പോൾ എത്ര ഉത്സാഹത്തോടെ സൺഡേ സ്കൂൾ പഠിക്കേണ്ടത് ആവശ്യമാണ്. നമ്മുടെ ചിന്താവിഷയം എന്തായിരുന്നു? ദൈവത്തിൻ്റെ ചെറിയ ചാമ്പ്യന്മാർ. ആരാണ്? കുഞ്ഞുങ്ങൾ. എന്നെ ശക്തനാക്കുന്ന ക്രിസ്തു മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. പൗലോസ് ആ ഒരു ലേഖനത്തിൽ പറയുന്ന ചില കാര്യങ്ങൾ മാത്രം വചനത്തിൽ ഞാൻ ഓർപ്പിക്കുകയാണ്. 8 വാക്കുകളാണ്. ഒന്നാമത്തെ വാക്ക് T വെച്ച് തുടങ്ങുന്ന 8 വാക്കുകളാണ്. പൗലോസ് അവിടെ 4:8 പറയുന്നത് സത്യമായതൊക്കെയും ഘനമായതൊക്കെയും എന്ന് പറഞ്ഞിട്ട് പറയുകയാണ്, ചിന്തിച്ചു കൊള്ളുവീൻ. അപ്പോൾ തോട്ട്സ് നല്ലതായിരിക്കണം. ഒരു ജീവിതം അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ നമ്മുടെ ചിന്തകൾ അനുഗ്രഹമായിരിക്കണം. ചിന്തകൾ, തോട്ട്സ് അനുഗ്രഹമാണ്. ചിന്തകൾ നല്ലതാണെങ്കിൽ ജീവിതം ധന്യമായിത്തീരും. ചിന്തകൾ. രണ്ടാമത്തേത് പൗലോസിൻ്റെയും യേശുവിൻ്റെയും ബൈബിളിലെയൊക്കെ ആ പദപ്രയോഗങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ നാവ്, ടങ്, അത് നല്ലതായിട്ട് സൂക്ഷിക്കണം. കാരണം ജീവനും മരണവും എവിടെ ആയിരിക്കുന്നത്? നാവിൻ്റെ അധികാരത്തിലാണ്. അപ്പോൾ 1 തോട്ട്സ്, 2 നമ്മുടെ നാവിൽ കൂടെ പറയുന്ന വാക്കുകൾ. ആ വാക്കുകളാണ് നമ്മളിൽ ജയമോ പരാജയമോ ഒക്കെ സൃഷ്ടിക്കുന്നത്. നമ്മുടെ ടങ്, ദൈവം നമുക്ക് തന്നിരിക്കുന്ന നാവ്. സംസാരിക്കാൻ കഴിയുന്നത് തന്നെ വലിയൊരു അനുഗ്രഹമാണ്. എത്രയോ പേർക്ക് സംസാരിക്കുവാൻ കഴിയുന്നില്ല. ഊമരായിട്ടാണ് ഈ ലോകത്തിൽ ജനിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ജീവിക്കുന്നത്. അതിൻ്റെ നടുവിൽ നമുക്ക് സംസാരിക്കുവാൻ കഴിയുന്നത് വലിയൊരു അനുഗ്രഹമാണ്. അതോർത്ത് നിങ്ങൾ എപ്പോഴെങ്കിലും ദൈവത്തെ സ്തുതിച്ചിട്ടുണ്ടോ? കാണുവാൻ കഴിയുന്ന കണ്ണുകൾ, കേൾക്കുവാൻ കഴിയുന്ന ചെവികൾ, സംസാരശേഷിയുള്ള നാവ്, ആരോഗ്യമുള്ള കരങ്ങൾ, ബലമുള്ള കാലുകളെയൊക്കെ തന്ന് നമ്മളെ നടത്തുന്ന ദൈവത്തിനൊന്ന് കരങ്ങളുയർത്തി സ്തോത്രം ചെയ്യാമോ? ഒരിക്കൽ കൂടെ ശക്തിയോടെ, പൂർണ്ണബലത്തോടെ, നിറഞ്ഞ ഹൃദയത്തോടെ. അപ്പോൾ നമ്മുടെ ചിന്തകൾ വിശുദ്ധമായിരിക്കണം. 2 നമ്മുടെ നാവ്, ടങ്. മൂന്നാമത്തെ വാക്ക് പൗലോസ് ആ അധ്യായത്തിൽ തന്നെ 4:6 ഉപയോഗിക്കുന്നുണ്ട്. താങ്ക്സ് ഗിവിങ്, സ്തോത്രമർപ്പിക്കുക. നമ്മളിപ്പോൾ ചെയ്ത പോലെ ദൈവം ചെയ്ത എല്ലാ ഉപകാരങ്ങൾക്ക്, ആരോഗ്യം, ബുദ്ധി, ജ്ഞാനം, വിദ്യാഭ്യാസം, കഴിവ്, നല്ല കുടുംബം, നല്ല മാതാപിതാക്കൾ, എല്ലാറ്റിനായി ദൈവത്തിന് എന്ത് ചെയ്യുക? സ്തോത്രം ചെയ്യുക. താങ്ക്സ് ഗിവിങ്. അപ്പോൾ തോട്ട്സ് 2, ടങ് 3, താങ്ക്സ് ഗിവിങ്. 4-മത്തെ കാര്യം ടാലൻസ് എന്നുള്ളതാണ്. ദൈവം നമുക്ക് കഴിവ് തന്നിട്ടുണ്ട്. ആ കഴിവുകൾ എന്തിനു വേണ്ടി? കർത്താവിന് വേണ്ടി ഉപയോഗിക്കണം. ദൈവം തന്നിരിക്കുന്ന താലന്തുകൾ, എഴുതാനായിരിക്കാം, പാടാനായിരിക്കാം, പ്രസംഗിക്കാനായിരിക്കാം, കഥ പറയാനായിരിക്കാം, ഏതൊരു കഴിവ് ദൈവം തന്നിട്ടുണ്ടോ അത് ഉപയോഗിച്ചോണം. ടാലൻസ് ഫോർ ക്രൈസ്റ്റ്. എൻ്റെ താലന്തുകൾ കർത്താവിന് വേണ്ടി. ഇത് മറ്റ് താലന്തുകൾ മത്സര സമയത്ത് മാത്രമാണ് ഉപയോഗിക്കുന്നത് ചിന്തിക്കരുത്. നമുക്കാരെയും തോൽപ്പിക്കാനൊന്നുമില്ല. ക്രിസ്തീയ ജീവിതം മത്സരമല്ല, അത് കർത്താവിന് വേണ്ടി നമ്മുടെ താലന്തുകൾ ഉപയോഗിക്കുവാനാണ്. അപ്പോൾ താലന്തുകൾ ദൈവത്തിന് വേണ്ടി ഉപയോഗിക്കുക. 5-മത്തെ കാര്യം നമ്മുടെ സമയം വെറുതെ കളയരുത്. ഒരാഴ്ചയേ ഉള്ളൂ, ഇത് വേഗത്തിൽ തീരും. നഷ്ടപ്പെടുത്തിയാൽ പിന്നെ തിരികെ കിട്ടത്തില്ല. പണമൊക്കെ ആണെങ്കിൽ നേടാം, പക്ഷെ സമയം തിരികെ കിട്ടത്തില്ല. അതുകൊണ്ട് സമയം കർത്താവിന് വേണ്ടി ഉപയോഗിക്കണം. സ്ക്രീൻ ടൈം ലിമിറ്റ് ചെയ്യണം. അനാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി സ്ക്രീനിൻ്റെ മുൻപിലിരുന്ന് സമയം കളയാതെ നമ്മുടെ സമയം വചനധ്യാനത്തിന് വേണ്ടി, പ്രാർത്ഥനയ്ക്ക് വേണ്ടി, ആരാധനയ്ക്ക് വേണ്ടി, സൺഡേ സ്കൂളിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി, സുവിശേഷീകരണ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കണം. ടൈം ഒരാൾ ഭംഗിയായിട്ട് ഉപയോഗിച്ചാൽ അവൻ്റെ ജീവിതം അനുഗ്രഹിക്കപ്പെടും. ഹല്ലേലൂയ. അപ്പോൾ 1 നമ്മുടെ തോട്ട്സ്, 2 നമ്മുടെ ടങ്, നമ്മുടെ നാവ്, 3 നമുക്ക് നന്ദിയുള്ളൊരു ഹൃദയം, താങ്ക്സ് ഗിവിങ്,
4 നമ്മുടെ താലന്തുകൾ ദൈവരാജ്യത്തിന് വേണ്ടി ഉപയോഗിക്കുക. 5 നമ്മുടെ ടൈം അത് ദൈവത്തിന് വേണ്ടി ആത്മീയ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുക. 6-മത്തെ കാര്യം ടൈത്ത് എന്നുള്ളതാണ്. പൗലോസ് ഈ വാക്ക് പറയുന്ന ആ പശ്ചാത്തലത്തിലാണ്. എനിക്ക് സമൃദ്ധിയിലിരിക്കാൻ അറിയാം, ദാരിദ്ര്യത്തിലിരിക്കാൻ അറിയാം. എങ്കിലും പൗലോസിൻ്റെ മിഷണറി വേലയിൽ ഏറ്റവും കൂടുതൽ സംഭാവന ചെയ്ത സഭ ഏതാണെന്നറിയാവോ? ഫിലിപ്പിയ സഭയാണ്. ഭാവിയിൽ ദൈവം നിങ്ങൾക്ക് ജോലിയും നന്മകളും ഒക്കെ നൽകുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ധനത്തിൻ്റെ ഒരു പങ്ക് ദൈവത്തിന് വേണ്ടി കൊടുക്കുന്നതിനെയാണ് ടൈത്ത് എന്ന് പറയുന്നത്. 10-1 അർത്ഥം ഉണ്ടെങ്കിൽ തന്നെയും കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കുന്ന എമൗണ്ടാണ് ടൈത്ത്. അപ്പോൾ നമ്മുടെ സമ്പത്ത് ദൈവരാജ്യത്തിന് വേണ്ടി ചെലവിട്ടും നാം ആത്മീയത്തിൽ ദൈവത്തിന് വേണ്ടി ശോഭിക്കണം. ഹല്ലേലൂയ. 7-മത്തെ ഒരു വാക്ക് വചനം സത്യമാണ്. ബൈബിളിലെ 100-ലധികം പ്രാവശ്യം ആവർത്തിക്കുന്നൊരു വാക്കാണ് ട്രൂത്ത്. യേശു ഈ ലോകത്തിൽ വന്നപ്പോൾ കൃപയും സത്യവും നിറഞ്ഞവനായി പാർത്തു. നമ്മുടെ ജീവിതത്തിൽ സത്യത്തിൻ്റെ വഴിയിൽ കൂടെ പോകണം. അന്യായമായി ഉണ്ടാക്കുന്നതൊന്നും ഉപകാരമായി വരത്തില്ല. സത്യത്തിൻ്റെ പാതയിൽ നടത്തണം. ദൈവത്തെക്കുറിച്ച് പറയുന്ന സത്യദൈവം, ട്രൂ ഗോഡ് എന്ന യേശു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഈസ് ദ ട്രൂത്ത്. പരിശുദ്ധാത്മാവിനെക്കുറിച്ച് പറയുന്നത് ദ സ്പിരിറ്റ് ഓഫ് ട്രൂത്ത്, സത്യത്തിൻ്റെ ആത്മാവെന്ന. വചനത്തിലെ സത്യം, വചനം സത്യമാണ്. അപ്പോൾ സത്യം, ആ സത്യത്തിൻ്റെ വഴിയിൽ കൂടെ നടക്കണം. അവസാനത്തെ ഒരു വാക്ക് മറന്നു പോകരുതേ കുഞ്ഞുങ്ങളെ, ട്രസ്റ്റ് ഗോഡ്. എല്ലാറ്റിലും ദൈവത്തിൽ എന്ത് ചെയ്യുക? ആശ്രയിക്കുക. ദൈവത്തിൽ ആശ്രയിക്കുക. എങ്കിൽ ജീവിതം വിജയിക്കും, ജോലി വിജയിക്കും, കരിയർ വിജയിക്കും, ഫ്യൂച്ചർ അനുഗ്രഹിക്കപ്പെടും. ദൈവത്തിൽ ആശ്രയിക്കുക. നീ ദൈവത്തിൽ തന്നെ ആശ്രയിക്കുക. അവൻ നിൻ്റെ ആഗ്രഹങ്ങളെ നിവൃത്തിയാക്കും, പൂർത്തീകരിക്കും. അപ്പോൾ ഈ 8 വാക്കുകൾ, നമ്മുടെ ചിന്തകൾ, തോട്ട്സ്, അതെപ്പോഴും ഡിവൈൻ ആയിരിക്കണം, ട്രൂ ആയിരിക്കണം, പ്യൂരിറ്റി ഉള്ളതായിരിക്കണം, വിശുദ്ധമായിരിക്കണം. 2 നമ്മുടെ ടങ്, നാവ്, അത് ദൈവത്തിന് വേണ്ടി ഉപയോഗിക്കപ്പെടണം. ദൈവം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കണം. 3 താങ്ക്സ് ഗിവിങ്, നന്ദിയുള്ളൊരു ഹൃദയം. ദൈവത്തോടും നന്ദി, മനുഷ്യരോടും നന്ദിയുള്ളവരായിരിക്കണം. 4 ടാലൻസ്, അത് ദൈവം നമുക്ക് തന്നിട്ടുണ്ട്, ഉപയോഗിച്ച് അതിനെ വർദ്ധിപ്പിക്കണം. അപ്പോൾ കഴിവ് വർദ്ധിക്കും, സഭാകമ്പം മാറും, ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ ഇടയായിത്തീരും. 5 നമ്മുടെ ടൈം, അത് വേസ്റ്റാക്കി കളയരുത്. ടൈം വേസ്റ്റാക്കിയാൽ തിരികെ പിടിക്കാൻ ബുദ്ധിമുട്ടാണ്. ടൈം ദൈവത്തിന് വേണ്ടി ഉപയോഗിക്കുക. 6 ദൈവം നമുക്ക് തരുന്ന നന്മ, ആ നന്മയിൽ ഒരു പങ്ക് ദൈവവേലയ്ക്ക് വേണ്ടി കൊടുക്കുക. ടൈത്ത് കൊടുക്കുന്നവരായി ചെറുപ്പത്തിലെ ശീലിക്കുക. സ്തോത്രാഴ്ചയിട്ട് ചെറുപ്പത്തിലെ ശീലം തരുന്നതിൻ്റെ ഉദ്ദേശം ഭാവിയിൽ നമ്മുടെ നന്മയിൽ ഒരു പങ്ക് ദൈവരാജ്യത്തിന് വേണ്ടി കൊടുക്കുവാനാണ്. 7-ാമത്തേത് സത്യം, ട്രൂത്ത്. വചനം സത്യമാണ്. വചനത്തിലെ സത്യങ്ങൾക്ക് വേണ്ടി നിലനിൽക്കുക. 8 ദൈവത്തിൽ സമ്പൂർണ്ണമായി ആശ്രയിക്കുക. ട്രസ്റ്റ് ഗോഡ്. എല്ലാറ്റിലും ദൈവത്തിൽ ആശ്രയിക്കുക. ജയം തരാൻ, ഭാവി തരാൻ, നല്ല ഫ്യൂച്ചർ തരാൻ ദൈവശക്തനാണ്. എല്ലാ സൺഡേ സ്കൂൾ വിദ്യാർത്ഥികൾക്കും നന്മ നിറഞ്ഞ ഒരു ഭാവി. എല്ലാ അധ്യാപകർക്കും അവരുടെ ഈ ദൈവിക വേലയിൽ മുന്നേറുവാനുള്ള കൃപ ദൈവം അധികം പകരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. BPC ചർച്ചിനെ, ഇതിലെ നേതൃത്വത്തെ, അതോടൊപ്പം തന്നെ സൺഡേ സ്കൂൾ നേതൃത്വത്തെ, അധ്യാപകരെ, വിദ്യാർത്ഥികളെ അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നമ്മളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.